പാതിവില തട്ടിപ്പ് കേസിലെ മുഖ്യ സൂത്രധാരൻ ആനന്ദകുമാർ എന്ന് പോലീസ്. സ്കൂട്ടർ പദ്ധതിക്ക് വുമൺ ഓൺ വീൽസ് എന്ന് പേരിട്ടത് ആനന്ദകുമാർ എന്ന് കണ്ണൂർ പോലീസ് കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു. ആനന്ദകുമാറിന്റെയും ലാലി വിൻസെന്റിന്റെയും മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്താണ് പോലീസ് സത്യവാങ്മൂലം നൽകിയത്. അനന്തകൃഷ്ണനുമായി ആനന്ദകുമാറിന് അവിശുദ്ധ ബന്ധമായിരുന്നു. NGO കോൺഫെഡറേഷനിൽ ആനന്ദകുമാർ ചെയർമാനായിരിക്കെ പണപ്പിരിവ് നടന്നു. രാജിവെച്ചതുകൊണ്ട് തട്ടിപ്പിൽ പങ്കില്ലെന്ന് പറയാൻ കഴിയില്ലെന്നും മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് പോലീസ് വ്യക്തമാക്കി. തട്ടിയെടുത്ത പണമാണ് ലാലി വിൻസെന്റിന് നൽകിയതെന്നും പോലീസ് അറിയിച്ചു. പാതിവില തട്ടിപ്പിൽ പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുക്കാതെ വന്നതോടെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി ഇരകൾ. വിവിധ ജില്ലകളിൽ നിന്നുമുള്ള തട്ടിപ്പിനിരയായ 45ഓളം വനിതകൾ കോഴിക്കോട് ബീച്ചിൽ ചേർന്ന യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. നീതി ലഭിക്കുന്നതുവരെ പോരാടുമെന്ന് തട്ടിപ്പിന് ഇരയായവർ പറഞ്ഞു. കോഴിക്കോട്, മലപ്പുറം, വയനാട്, പാലക്കാട് ജില്ലകളിലെ തട്ടിപ്പിനിരയായവരാണ് വാട്സപ്പ് കൂട്ടായ്മ വഴി കോഴിക്കോട് ഒരുമിച്ച് ചേർന്നത്. പരാതി നൽകിയിട്ടും പോലീസ് കേസെടുക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇരകൾ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുന്നത്. പാലക്കാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാലും ഇവർ പരാതി സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല. നമ്മുടെ ഏജൻസി ഈ NGO കോൺഫെഡറേഷൻ്റെ കീഴിലാണ് അവർ ഈ പറയുന്ന പൈസ പിരിച്ചേക്കുന്നത്. പക്ഷേ നമുക്ക് ഈ NGO കോൺഫെഡറേഷനായിട്ടോ നമുക്കൊരു ബന്ധമില്ല. നമ്മുടേത് പൈസ പിരിച്ചേക്കുന്നത് നമ്മുടെ ലോക്കലിൽ ഉള്ള ആൾക്കാരും ഈ പറയുന്ന ഹവൽദാർ ഏജൻസിയിലാണ് ഞാൻ പൈസ കൊടുത്തത്. നീതി ലഭിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോകുമെന്ന നിലപാടാണ് തട്ടിപ്പിനിരയായവർക്കുള്ളത്. പാതിവില തട്ടിപ്പിനെതിരെ പരാതികൾ ഉയർന്നു വന്നതോടെ പുതിയതായി തട്ടിപ്പിൽ അകപ്പെട്ടവരുടെ പണം ഇരകളിൽ ചിലർക്ക് റീഫണ്ടായി നൽകിയെന്നും ഇവർ പറയുന്നു. ഓരോരോ ആളുകൾക്ക് FIR എഴുതാൻ പറ്റില്ല. 10 ആൾ കൂടി 20 ആൾ കൂടിയൊക്കെ FIR എഴുതാന്നാണ് പറഞ്ഞത്. അവരവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്, സ്ലിപ്പും കാര്യമൊന്നും തന്നിട്ടില്ല. വണ്ടിക്ക് വേണ്ടിയിട്ട് 60,000 രൂപ അടിച്ചത്. ഒരു 4 മാസം നിൽക്കാൻ പറഞ്ഞു, പിന്നെ 6 മാസം നിന്ന് 7 മാസം നിന്ന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവർ കുറച്ച് ആളുകൾക്ക് വണ്ടി കൊടുത്ത്, അപ്പം പിന്നെ നമുക്കൊരു വിശ്വാസമാണല്ലോ. ഇരയായവർക്ക് പിന്തുണയുമായി മനുഷ്യാവകാശ പ്രവർത്തകരും രംഗത്തെത്തിയിട്ടുണ്ട്. 2 ദിവസത്തിനകം അനുകൂലമായ നടപടി ഉണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കാനാണ് പരാതിക്കാരുടെ നീക്കം. അമൃത ന്യൂസ്, കോഴിക്കോട്.